പാലക്കാട് അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് കുറച്ചത് LDF സർക്കാരാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 52 കുട്ടികളാണ് അട്ടപ്പാടിയിൽ മരിച്ചത്. എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അത് 36 കുറഞ്ഞു. അതേസമയം UDF ഭരണകാലത്ത് 89 കുട്ടികളാണ് അട്ടപ്പാടിയിൽ മരിച്ചത്. UDFന്റെയും LDFന്റെയും ഭരണകാലത്തെ ആരോഗ്യ മേഖലയിലെ ഇടപെടലുകളാണ് ഈ കണക്കുകളിലൂടെ വ്യക്തമാവുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അട്ടപ്പാടിയിലാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2011 മുതലുള്ള UDFന്റെ 5 വർഷക്കാലം 89 കുട്ടികളാണ് അട്ടപ്പാടിയിൽ മരിച്ചത്. 2011-ൽ 13, 2012-ൽ 16, 2013-ൽ 31, 2014-ൽ 15, 2015-ൽ 14 കുട്ടികൾ മരിച്ചു. LDF സർക്കാർ അധികാരത്തിലെത്തിയ 2016 മുതലുള്ള 5 വർഷക്കാലം അട്ടപ്പാടിയിൽ മരിച്ചത് 52 കുട്ടികളാണ്. തുടർന്ന് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ 2025 ജൂൺ വരെ 36 കുട്ടികളും മരിച്ചു. LDF സർക്കാരിന്റെ 9 വർഷത്തിനുള്ളിൽ ആകെ മരിച്ചത് 88 കുട്ടികൾ. അതേസമയം UDFന്റെ 5 വർഷത്തെ ഭരണകാലത്ത് മരിച്ചത് 89 കുട്ടികളാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്നതും UDFന്റെ ഭരണകാലത്താണ്. 2013-ൽ മാത്രം 31 കുട്ടികളാണ് അട്ടപ്പാടിയിൽ മരിച്ചത്. കുട്ടികളുടെ മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാൻ കൃത്യമായി ഇടപെട്ടത് LDF സർക്കാരിന്റെ കാലത്താണ്. KK ശൈലജ ടീച്ചറും നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജും അട്ടപ്പാടിയിലെ ചികിത്സാ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്തു. കുട്ടികൾക്കും അമ്മമാർക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ LDF സർക്കാരിന്റെ കാലത്ത് സാധിച്ചു. UDF കാലത്തെയും LDF കാലത്തെയും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളാണ് കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ആരോഗ്യ മേഖലയിൽ മികച്ച ഇടപെടൽ LDF സർക്കാർ നടത്തുമ്പോൾ അതിനെ തടയിടാനാണ് UDFും BJPയും ശ്രമിക്കുന്നത്. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.